നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. ഇതിനി കാലാകാലങ്ങൾ ഓർക്കുന്നൊരു ചരിത്രമായി ഈ ദിവസം ഇന്ന് ഓർക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്, വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രീയ നിരീക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞ ജയിലിനുള്ളിൽ വെച്ച് ചെയ്യുകയാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ BJP കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ പുനഃസത്യപ്രതിജ്ഞ എന്ന് പറയേണ്ടി വരും. കാരണം ഹൈക്കോടതി അള്ളാഹു സാധു അയ്യപ്പനെ സാധു എന്നൊരു വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി ഏതാണ്ട് 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആർ സുഗതൻ്റെ പുനർസത്യപ്രതിജ്ഞ ഇന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കുകയാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന സംഭവമാണ്. ഈ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. കാരണം തത്വമയി ന്യൂസ് വളരെ വിശദമായി തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലം പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇടതുപക്ഷവും കോൺഗ്രസും UDFും LDFും ഏതാണ്ട് ഒരേ പാർട്ടി പോലെ അല്ലെങ്കിൽ ഒരേ സഖ്യകക്ഷിയിലുള്ള പാർട്ടികളെ പോലെയാണ് ഈ വിഷയത്തിൽ BJPക്ക് നേരെ പെരുമാറുന്നത്. രാഷ്ട്രീയപരമായിട്ട് തീർച്ചയായിട്ടും BJP അവരുടെ രാഷ്ട്രീയ എതിരാളി തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിക്കുക എന്നുള്ളത് ഇരു കക്ഷികളെയും സംബന്ധിച്ച്, ഇരു മുന്നണികളെയും സംബന്ധിച്ച് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അതിൽ നേരായിട്ടുള്ള മാർഗങ്ങളിലൂടെ BJP വീഴ്ത്തുവാൻ തൽക്കാലം സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാർ കാപ്പ ചുമത്തുന്നു, LDFുകാർ പ്രശ്നമുണ്ടാക്കുന്നു. ശബരിനാഥൻ ആന്തൂറിയം അടുക്കളയിലേക്ക് കൊടുക്കുന്നു, ദീപക് അവലോസുണ്ട മഴയത്തേക്ക് കൊടുക്കുന്നു. ആ രീതിയിലുള്ള ചില നീക്കുപോക്കുകൾ അവർ തമ്മിൽ ചർച്ച ചെയ്യുകയും അതേ തുടർന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു ശൃംഖല തന്നെ തുടങ്ങപ്പെടുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആർ സുഗതൻ ഇപ്പോൾ അഴിക്കുള്ളിൽ കഴിയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഈ കാപ്പ ചുമത്തുവാനുള്ള കേസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അത് ഒട്ടും വിഷയമുള്ളൊരു കേസേ അല്ല. അമ്പലത്തിൽ ആവശ്യമില്ലാതെ ഉത്സവം കലക്കുവാൻ വേണ്ടി പ്രശ്നമുണ്ടാക്കിയ ചില കമ്മ്യൂണിസ്റ്റുകാരുടെ താടിയുടെ ബോൾട്ട് ഇടിച്ചിളക്കി, അതാണ് പ്രശ്നം. അതിൻ്റെ പേരിലാണ് കാപ്പ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതിനും മറ്റു ചില രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് വട്ടിയൂർക്കാവ് പോലീസ് തന്നോട് വിരോധം വെച്ചിട്ട്, വ്യക്തിപരമായ വിരോധം വെച്ചാണ് പെരുമാറുന്നതെന്ന് ആർ സുഗതൻ കോടതിയെ അറിയിക്കുകയും കോടതി അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. വട്ടിയൂർക്കാവ് പോലീസിന് രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് നാം കണ്ടതാണ്. അത്തരത്തിലാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ശരിയാണ്. അത് ഒരു സ്വാഭാവികമായ കാര്യമാണ് BJPക്ക് നേരെ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണസമിതിയെ, തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതിയെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ശ്രമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനും അപ്പുറം ജനങ്ങൾക്ക് പോലും ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തികളായിരിക്കാം. അത് ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും എതിരാളികളായ BJPയുടെ എതിരാളികളായ LDFിൻ്റെ ഭാഗത്തു നിന്നും UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. UDF പലപ്പോഴും ഈ തടി അനങ്ങുന്ന പണി ചെയ്യില്ല, അത് LDF ചെയ്തുകൊട്ടെ എന്ന് വയ്ക്കും. അത്തരത്തിലുള്ള പണികൾ LDF ചെയ്താൽ അതിനൊരു നിയമസംരക്ഷണം ഒരുക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ UDFിൻ്റെ പക്കലുണ്ട്. കാരണം സംസ്ഥാനം ഭരിക്കുന്നത് അവരാണ്. ആലോചിച്ച് നോക്കൂ, ഈ മാലിന്യം വലിയൊരു പ്രശ്നമായി കഴിഞ്ഞ കുറേ നാളുകളായി പല മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നിരന്തരം രാവിലെ ഒരു സെഗ്മെൻറ്റ്, ഉച്ചയ്ക്ക് ഒരു സെഗ്മെൻറ്റ്, വൈകുന്നേരം ഒരു സെഗ്മെൻറ്റ്, തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യം മാറ്റിയില്ല. പക്ഷെ കൃത്യമായിട്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഉറപ്പായിരുന്ന മേയർ VV രാജേഷ് ഇതെന്തുകൊണ്ടാണ് പലയിടങ്ങളിലും മാലിന്യങ്ങൾ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് അന്വേഷിക്കാനായിട്ടൊരു സംഘത്തെ നിയോഗിക്കുകയും ഇടതുപക്ഷക്കാരുടെ പ്രിയപ്പെട്ടവനായ പൊട്ടൻ ഷമീർ എന്നൊരു സഖാവും സംഘവും പിടിയിലാവുകയും ചെയ്തു. അതേ തുടർന്ന് പൊടുന്നനെ ഈ മാലിന്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ അങ്ങ് നിലച്ചു. ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് കുടിവെള്ള പ്രശ്നമാണ്. കാരണം നിരവധി ഇന്നലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ BJPയുടെ MLA ഉണ്ടായിപ്പോയെന്നുള്ള പേരിൽ കഴിഞ്ഞ കുറേ നാളായി കുടിവെള്ളം മുട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടാം, റോഡുകളിൽ പ്രശ്നമുണ്ടാകാം, പഞ്ചായത്ത് റോഡുകളിൽ മാത്രം പ്രശ്നമുണ്ടാകാം. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ദേശീയപാത അതോറിറ്റി അതിലിടപെട്ടെന്ന് വരും. പഞ്ചായത്ത് റോഡുകൾ, പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള റോഡുകൾ, നഗരസഭയുടെ അധീനതയിൽ ചില പ്രദേശങ്ങളുണ്ട്, മാനവീയം പോലുള്ള പ്രദേശങ്ങൾ, അവിടെ കുഴപ്പങ്ങളുണ്ടാകാം. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ
ഉണ്ടാക്കുവാനായി ഒരു പണിയുമില്ലാതെ ഇപ്പോൾ എന്തായാലും ശിവൻകുട്ടി വീട്ടിലിരിപ്പുണ്ട്. ശിവൻകുട്ടിയാണെങ്കിൽ ദൈനംദിനം എന്തെങ്കിലും പ്രശ്നവുമായി മാധ്യമപ്രവർത്തകരെ കാണുകയും അവിടെ പ്രശ്നമാണ്, മാലിന്യം മാറിയില്ല, എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിന് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയില്ല. അടിസ്ഥാനപരമായിട്ട് അത് കേൾക്കുമ്പോൾ പുള്ളിയുടെ എല്ലാ പത്രസമ്മേളനങ്ങളും തുടങ്ങുന്നത് ഇപ്പോൾ മറ്റേ പഴയതല്ല, നമ്മുടെ പുകയില വിരുദ്ധ പരസ്യത്തിൻ്റെ ലൈനിലാണ്. ഈ നഗരത്തിന് ഇതെന്താണ് സംഭവിച്ചത്, ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം എന്നുള്ള രീതിയിലാണ് ശിവൻകുട്ടിയുടെ പത്രസമ്മേളനങ്ങളെല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ വിഷയമേ അല്ല. അത് കൈകാര്യം ചെയ്യാൻ BJPക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാൻ പോകുന്നത് ജനങ്ങളാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാലത്തുമുള്ളൊരു നടപടി ക്രമം അങ്ങനെ തന്നെയാണ്. ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയില്ല, സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ, സ്വാഭാവിക നടപടിക്രമമായിട്ട് അവർ കൈക്കൊണ്ടുവരുന്ന ഒരു രീതി അതാണ്. ഭരണം നഷ്ടപ്പെട്ടാൽ പൊതുജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, ആ ബുദ്ധിമുട്ടുകളെല്ലാം എടുത്ത് ഭരണത്തിൽ ആരാണോ ഇരിക്കുന്നത് അവരുടെ തലയിൽ വെച്ച് കൊടുക്കുക, അങ്ങനെ ജനങ്ങളെ മടുപ്പിച്ച് വെറുപ്പിച്ച് ഒടുവിൽ ഇവർക്കെതിരെയുള്ള ഒരു വികാരമുണർത്തി ആ വികാരത്തെ വോട്ടാക്കി മാറ്റി തിരികെ അധികാരത്തിലെത്തുക. ഇത് കാലാകാലങ്ങളായി അവർ പയറ്റുന്നൊരു തന്ത്രമാണ്. അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള രൂപം ഇനി തിരുവനന്തപുരം നഗരത്തിൽ കാണുവാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ആർ സുഗതൻ. എന്തായാലും ആർ സുഗതൻ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് BJPക്ക് അങ്ങനെയെങ്കിലും സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാതെ ഒരു 10 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ BJPയുടെ ഭൂരിപക്ഷം ഒന്ന് സംശയത്തിലായേനെ എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന ദീപക്കിന് അവലോസുണ്ട കൊടുക്കാൻ സാധിക്കില്ല. ശബരിനാഥന് ആന്തൂറിയം അങ്ങോട്ടും കൊടുക്കാൻ സാധിക്കില്ല. ശബരിനാഥനോടൊരപേക്ഷ നഗരസഭയിൽ ചെല്ലുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അങ്ങേക്കൊരു പേര് ചാർത്തി കിട്ടിയിട്ടുണ്ട്, സാഗർ ഇലിയാസ് ജാക്കിയിലെ പേര്. ആ പരിപാടികൾ ഇനിയും ആവർത്തിക്കാതിരുന്നാൽ സഭ്യനാഥൻ എന്നുള്ള പലരും അങ്ങയുടെ പിതാവിനെ പുകഴ്ത്തി പറയാറുണ്ട്. നല്ലൊരു പിതാവിന് ഇങ്ങനൊരു മകനുണ്ടായിപ്പോയല്ലോ എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നതാണ്. കാർത്തികേയനുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് നല്ലൊരു പിതാവിനാണ് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, നിയമസഭയിലെ സ്പീക്കർ പദവി വരെ വഹിച്ചിട്ടുള്ളതാണ്. ആ പദവികളെല്ലാം ബഹുമാനം അർഹിക്കുന്ന പദവികളാണ്. ആ പദവിയിലേക്ക് എത്തിയ ഒരു പിതാവിൻ്റെ മകനാവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുക. രാഷ്ട്രീയത്തിലുള്ള ചരടുവലികളും പാലംവലികളും എല്ലാം തുടരട്ടെ, അത് സ്വാഭാവിക പ്രക്രിയയായിട്ട് തന്നെ കാണുവാൻ ഉള്ള വിശാല മനസ്കത എനിക്കുമുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ സ്വാഭാവികമാണ്. പക്ഷേ ജനങ്ങളെ പണിഞ്ഞുകൊണ്ടുള്ള ഈ കൊടുക്കൽ വാങ്ങലുകൾ അവസാനമായി ആത്യന്തികമായി നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുകയുള്ളൂ. അതൊരു തിരിച്ചടിയായി വരുമ്പോൾ ഒരുപക്ഷെ താങ്ങാൻ സാധിച്ചെന്ന് വരില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ മിച്ചവും ബാക്കിയും ഇനി എന്തെങ്കിലുമൊക്കെ ഉള്ളത് 3 സംസ്ഥാനങ്ങളിലാണ്. ഹിമാചൽ പ്രദേശിലുമുണ്ട്. ഹിമാചൽ പ്രദേശ് ഞാൻ കണക്കിലെടുക്കുന്നില്ല, കാരണം അടുത്ത ഒരു തിരഞ്ഞെടുപ്പോടുകൂടി മിക്കവാറും അത് തീരുമാനത്തിലായിക്കൊള്ളും. തെലങ്കാന, കർണാടക, കേരള, ഈ 3 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ BJPക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് നിങ്ങളുടെ മഹാനായ നേതാവ് പറയുന്നത് കേട്ട് തുള്ളുവാൻ നിന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രലോഭനത്തിൽ, അപ്പുറത്ത് നിന്ന് അവലോസുണ്ട കിട്ടുമെന്നുള്ള പ്രലോഭനത്തിൽ, മേയറാകാമെന്നുള്ള പ്രലോഭനത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി വന്നു ഭവിക്കും. ഒരുപക്ഷെ വീണ് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായൊരു ഘട്ടത്തിൽ നിന്ന് കരയേറി വന്ന ഒരു നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി, അങ്ങനെ തന്നെയാണ് നിങ്ങൾ തിരികെ വന്നിട്ടുള്ളതെന്ന് ശബരിനാഥിനും അറിയാം. കവടിയാർ നിങ്ങൾ ജയിച്ചതും തലനാരിഴയ്ക്കാണെന്നും അറിയാം. ആ രാഷ്ട്രീയ ഭാവി വീണ്ടും ഇല്ലാതായി പോവും. ഒരുപക്ഷെ മുൻപ് നിങ്ങൾ പതിച്ച പതനത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച പതനത്തിനും മേലെയുള്ളൊരു പതനമായിരിക്കും, വലിയ ആഘാതമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ദീപകിനോടും കൂട്ടരോടും ഒന്നും പറയാനില്ല. അറബിക്കടലേ ഇനി ബാക്കിയുള്ളൂ, അതുമാത്രം. അത് ഓർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ചരിത്രമാണോ അതോ മോശമായി പോയോ? നിങ്ങളുടെ വിയോജിപ്പുകളും തീർച്ചയായും പങ്കുവയ്ക്കണം. കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കണം. കാരണം യോജിപ്പുകൾ മാത്രമായാൽ സംവാദങ്ങൾ എപ്പോഴും സംവാദങ്ങൾ ചെടിച്ചു പോകും, സ്റ്റെയിലായി പോകും. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലേ സംവാദങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അത് പക്ഷേ നാഗരികമായ വിയോജിപ്പുകളായാൽ നന്ന്. നാഗരികമായ സംവാദം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.